നമസ്കാരം, എല്ലാവർക്കും അനന്തരത്തിലേക്ക് സ്വാഗതം. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ധൈര്യം തോന്നുന്നു, ഒരുപാട് ആളുകൾ കൂടെയുണ്ട് എന്ന് തോന്നുന്നു എന്ന് പല ആളുകളും ഈ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഒറ്റയ്ക്കാണ് ജീവിതത്തിൽ, സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ദുഃഖത്തിൽ കഴിയുന്ന എത്രയോ ആളുകൾക്ക് ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം പകർന്നത് അനന്തരത്തിൻ്റെ പ്രേക്ഷകരാണ്. അനന്തരത്തിൻ്റെ വിജയം എന്ന് പറയുന്നതും ഈ ഒരു കൂട്ടായ്മയാണ്. ഇനിയും അനന്തരം എന്താണ് എന്നറിയാത്തവർക്കായി അനന്തരത്തിൻ്റെ മുൻ എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നൽകാനായിട്ട് അനന്തരത്തിൻ്റെ ഒരു പ്രൊഫൈൽ. നമ്മുടെ സഹജീവികൾക്ക് ജീവിത വഴികളിൽ ആശ്വാസത്തിന്റെ നറുതിരിനാളമായി നിരന്തരം മാറിയിരിക്കുന്നു ഇന്ന് അനന്തരം. തണലില്ലാതെ തളർന്നു പോയവർക്ക് ആശ്വാസത്തിന്റെ പര്യായമായി മാറിയ ഫ്ലവേഴ്സ് ടിവിയുടെ അനന്തരം ഇതുവരെയുള്ള നാൾ വഴികളിൽ അനേകം പേർക്ക് ആശ്വാസമായി. കഴിവുകൊണ്ടൊന്നല്ല ഞാൻ 12 വർഷം ജീവിച്ചത് തന്നെ. എന്റെ ജീവിതം എന്ന് പറഞ്ഞാല് ഒരു നല്ല ജീവിതമാണ്. ഇതാണ് അനന്തരം. വിളിക്കുന്നു കുളിരേകാൻ മണിത്തൂവൽ മഴപ്രാവായി. കഷ്ടപ്പെടുന്നവർക്കായി, ക്ലേശിക്കുന്നവർക്കായി സഹായഹസ്തം നൽകുവാൻ ഒരുപാട് മലയാളികൾ സുമനസ്സുകൾ മുന്നോട്ട് വരുന്നു എന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം എനിക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ട്. രോഗാവസ്ഥകളിലും അപകടങ്ങളിലും പെട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ നശിച്ചുപോയവരുടെ കണ്ണീർക്കടലിൽ ശുഭപ്രതീക്ഷയുടെ തോണിയായി മാറി പലപ്പോഴും അനന്തരത്തിന്റെ തത്സമയ സംപ്രേഷണങ്ങൾ. എൻ്റെ മോനെ തെറോക്കർ ലെമ്പോറസ് എന്ന രോഗമാണ്. നട്ടല് യെസ് പോലെയുള്ള വരും. പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. അനന്തരം ടീം എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന നമ്മളും ഫ്ലവേഴ്സ് ടി വി മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷം ജനങ്ങൾ ഉൾപ്പെടെയുള്ള അനന്തരം ടീം ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു കേട്ടോ. പോർട്ടബിൾ വെന്റിലേറ്റർ വീട്ടിൽ വേണം സ്ഥിരമായിട്ട്. അതില്ലാതെ ബുദ്ധിമുട്ടാണ്, ആള് ഉണ്ടാവൂല. ഓരോരുത്തരുടെയും കണ്ണീരൊപ്പുന്നതിനുള്ള ഒരു ശ്രമമാണ് ഫ്ലവേഴ്സിന്റെ അനന്തരം. അനന്തരം അപ്രതീക്ഷിത ദുരിത സാഹചര്യങ്ങളിൽ പെട്ടുപോയവരുടെ വേദനകൾക്ക് സാമൂഹ്യ, രാഷ്ട്രീയ, വ്യാവസായിക രംഗത്തെ അനേകം പ്രമുഖർ നിമിഷങ്ങൾക്കുള്ളിൽ സഹായഹസ്തവുമായി എത്തി. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചിരിച്ചാൽ മതി എന്ന് ഞാൻ ദൈവത്തിനോട് എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം ഒന്ന് ചിരിച്ച് എനിക്ക് കണ്ടാൽ മതി. നെഞ്ചിടറിപ്പോകുന്ന അനേകം സന്ദർഭങ്ങളിലൂടെ കടന്നുപോയ അനന്തരം ഇന്ന് ലോക ടെലിവിഷൻ രംഗത്തിന് ഒരു മാതൃകയായിരിക്കുന്നു. ഉള്ളുപൊള്ളുന്ന വേദനകൾ മറന്ന് ഉള്ളം നിറയെ സന്തോഷത്തിന്റെ സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആട്ടവും പാട്ടും തമാശകളുമായി ആഘോഷങ്ങളും ഒരുക്കി അനന്തരം. താങ്ങാകാൻ ആരും കൂടെയില്ലെന്ന് കരുതുന്നവരോട് അനന്തരത്തിന് ഒന്നേ പറയാനുള്ളൂ: തളരരുത്, താങ്ങാകാൻ അനന്തരം കൂടെയുണ്ട്. പരോപകാരമാണ് അനന്തരം, കൂട്ടായ്മയാണ് അനന്തരം, അതിജീവനമാണ് അനന്തരം. അനന്തരം ഇത്രയും മനോഹരമായി മുന്നോട്ട് പോകുന്നത് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്. ഓരോ ആളുകളെയും നിങ്ങൾ സഹായിക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും ഇവിടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയാറുണ്ട് ഇന്ന ആൾക്ക് സഹായം എത്തിക്കണം എന്ന് പറഞ്ഞും സഹായിക്കാറുണ്ട്.
അങ്ങനത്തെ സഹായങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാറുണ്ട്. ചിലപ്പോൾ അവർക്ക് നമ്മുടെ ഓഫീസിലേക്ക് വന്നു വാങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി അതല്ല, ഇത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു സഹായമാണ് എന്ന് പറഞ്ഞും ചില ആളുകൾ സഹായിക്കാറുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങൾ ഏറ്റവും ആവശ്യം ആർക്കാണോ, എങ്ങനെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ആളുകൾക്ക് ആവശ്യങ്ങൾ വരുന്നതിന് അതിനനുസരിച്ചൊക്കെ ഞങ്ങൾ സഹായങ്ങൾ, അതിനനുസരിച്ച് ഇവിടെയുള്ളൊരു ടീമുണ്ട്. ആ ടീം അത് കൃത്യമായിട്ട് നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും സഹായങ്ങൾ അയക്കാം. അതിനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, ഫോൺ നമ്പറുണ്ട്. ഈ എമൗണ്ടുകൾ എത്രത്തോളം നമുക്ക് വരുന്നു, അതെങ്ങനെ ചിലവാക്കപ്പെടുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.flowersfamily.in പോയി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്തൊക്കെ ലഭിക്കും. എന്തായാലും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് അനന്തരം മനോഹരമാവുന്നത്. അനന്തരത്തിലെ അടുത്ത ഹീറോ ആരാണെന്ന് നമുക്ക് നോക്കാം. പാലക്കാട് സ്വദേശി ഗുണശേഖരൻ 9 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു ബൈക്ക് അപകടത്തിന്റെ ദുരിതങ്ങൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപകടത്തിൽ വലതുഭാഗത്തെ തലയോട്ടി നഷ്ടപ്പെട്ട ഈ 34-കാരന് പലതവണ സർജറികൾ വേണ്ടിവന്നു. ഈ 9 വർഷത്തിനിടയിൽ ചികിത്സയ്ക്കായി മാത്രം 15 ലക്ഷത്തോളം രൂപയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം ചെലവഴിച്ചത്. കൃത്രിമ തലയോട്ടി വച്ചുപിടിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഇദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ. അതിനു വേണ്ടത് ലക്ഷങ്ങളും. അമ്മയും ഭർത്താവ് ഉപേക്ഷിച്ച സഹോദരിയും അടങ്ങുന്ന കുടുംബമാണ് ഗുണശേഖരനുള്ളത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലെത്തിയ ഈ കുടുംബത്തിന് ഗുണശേഖരന്റെ ചികിത്സാ ചെലവിനായി മറ്റുള്ളവർക്ക് മുന്നിൽ തൊഴുകൈയോടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ. സ്വാഗതം ഗുണശേഖരന് ഈ പ്രത്യാശാ വേദിയിലേക്ക്. ഗുണശേഖരൻ ചേട്ടനും അമ്മയും നമ്മുടെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്നേഹാർദ്രമീ തൂവൽ വാനം തലോടുന്ന പൂന്തിങ്കളേ. അമ്മ, ഇപ്പൊ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ? പിന്നെ എനിക്ക് 4 മക്കളാണ്. അതിലെ ഒരു കുട്ടി കല്യാണം കഴിച്ച് ഭർത്താവോടെയാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരവൊന്നുമില്ല. രണ്ടാമത് ഒരു കുട്ടിയാണ്, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു കൊടുത്ത് ഭർത്താവില്ല. ഒരു ഭർത്താവ് 6 മാസം ഇരുന്നിട്ട് പോയി. അതിനൊരു കൊച്ചുണ്ട്. ആ കുട്ടിയാണ് ഇപ്പോൾ ഞങ്ങളെ 2 ആളെയും നോക്കുന്നത്. ഒരു ആൺകുട്ടി ഉള്ളത് 20 വയസ്സ് വരെ വളർത്തി ഞാൻ. അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. പിന്നെ ഉള്ളതാണ് ഈ ഒരു ആൺകുട്ടിയാണ് ഉള്ളത്. അവന് ഞങ്ങൾ 20 ലക്ഷത്തോളം 2 സ്ഥലം വാങ്ങിയിട്ടിരുന്നു. എൻ്റെ കുട്ടി നല്ലപോലെ ഇരിക്കുന്ന സമയത്ത് അവനിവിടുന്ന് ജോലിക്ക് കോയമ്പത്തൂർ പോയതാണ്. അവിടെ 2 സ്ഥലം വാങ്ങിയിട്ടു. ആ സ്ഥലങ്ങളൊക്കെ വിറ്റ് അവനെ തന്നെ ഞങ്ങൾ ചിലവ് ചെയ്തു. 20 ലക്ഷത്തോളം ചിലവ് ചെയ്തു. ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും ഒരു വീടില്ല. എനിക്ക് ഒരു ഭർത്താവില്ല. എൻ്റെ കുട്ടിക്ക് വേറെ ആരുമില്ല. എൻ്റെ മോനും ഞാനും എൻ്റെ മോളുമാണ്. ആ മോളാണ് എൻ്റെ കുട്ടിക്ക് കൂലിപ്പണി ചെയ്തിട്ട് ഞങ്ങളെ 2 ആളെയും പുലർത്തുന്നത്. ഇപ്പോൾ 3 ഓപ്പറേഷൻ എൻ്റെ കുട്ടിക്ക് കഴിഞ്ഞു. 4ാമതൊരു ഓപ്പറേഷനും കൂടിയും ഒരു 3 ലക്ഷം 4 ലക്ഷത്തോളം വേണം. 2 ലക്ഷം ഓപ്പറേഷന് മാത്രം വേണം. പിന്നെ ചിലവ് 1 ലക്ഷം 1.5 ലക്ഷത്തോളം വേണം. എൻ്റെ കയ്യിൽ ഒന്നിനും വഴിയില്ല. എൻ്റെ പേരിൽ ഈ പെൻഷൻ വരുന്നത് ഉള്ളൂ. എൻ്റെ മോനും പെൻഷൻ വരും. പിന്നെ മക്കളെല്ലാവരും പൊതുമക്കൾ എൻ്റെ കുട്ടിക്ക് മാസമായ 4000 ഉറുപ്പിയുടെ ഗുളികകളും മരുന്നുകളും വേണം. അതിങ്ങനെ ഓരോരോ സ്ഥലത്തും എൻ്റെ കുട്ടി ഞാനും പോയി ഈ ലീസ്റ്റ് കാണിച്ചു കൊടുത്ത് ഓരോരോ സ്ഥലത്തുനിന്ന് ഓരോരുത്തർ സഹായിച്ച് കൊടുക്കണ ഗുളികയാണ് എൻ്റെ കുട്ടി കഴിക്കുന്നത്. ഞാനൊരു രോഗിയാണ്, ഒരു മനനില ബാധിച്ച സ്ത്രീയാണ് ഞാൻ. എനിക്കങ്ങനെ വിഷമിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വീടും കൂടിയൊന്നുമില്ല. എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലാണ് തൽക്കാലം ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഗവൺമെൻറ് ഒരു പെര വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ. പക്ഷേ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് അടുത്തവരുടെ ആശ്രയത്തിലാണ് ഇരിക്കുന്നത്. എൻ്റെ കുട്ടി ഞാനും മരുന്ന് പോലും മേടിച്ച് കഴിക്കാൻ വഴിയില്ലാണ്ട് ഇരിക്കുന്നത്. ഈ എൻ്റെ കുട്ടിയുടെ എനിക്ക് ഈ ഓപ്പറേഷൻ കഴിച്ച് കിട്ടിയ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്താണ് ഉണ്ടായത്? എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ബൈക്ക് ആക്സിഡൻ്റ് ആയതാണ്. ഓക്കെ. അതുകൊണ്ടിപ്പോൾ കുറച്ച് രാവിലെ തൊട്ട് ഉച്ച വരെ നല്ല സുഖമായിരിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് ക്ഷീണിച്ച് താഴത്ത് വീഴാൻ പോവും. ഓ ശരി. നടക്കാൻ പറ്റില്ല. ക്ഷീണം വരും. ക്ഷീണം വന്ന് ഒരു സൈഡ് ഈ
റൈറ്റ് സൈഡ് ഇങ്ങനെ ചാഞ്ഞ് പോവും. അതിപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ അത് ഫിക്സ് ആണ്, ഒരു 4 വിധം ഫിക്സ് ഉണ്ട്, ആ ഫിക്സിൽ ഒരു വിധാണിത് അങ്ങനെ പറഞ്ഞു. ടയേർഡായി കഴിഞ്ഞാൽ ഒരു സൈഡായിട്ട് പോയി വീണ് കളയും. ഒരു 10-15 പ്രാവശ്യം വീണിട്ടുണ്ട്. 15 പ്രാവശ്യം വീണിട്ടുണ്ട്. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിച്ച്. ഓ അത് ശരി. വിക്സ് ഉള്ള കുട്ടിയാണ്, എവിടെ വീഴുന്നറിയില്ല. അപ്പോൾ ഓരോരോ സ്ഥലത്ത് അവൻ പോകുമ്പോൾ ഗുളികയ്ക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എന്നോട് ചില നേരത്ത് അമ്മേനെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് പോവും. അപ്പോൾ അവൻ ആരെങ്കിലും ഗുളികകൾ മേടിച്ച് കൊടുക്കുന്ന സമയത്ത് അവർ ആരെങ്കിലും കൊണ്ടുവന്ന് മരുന്നും കൊടുത്ത് ചിലവർ കൊണ്ടുവന്നാക്കും, ചിലയിടത്ത് മേടിച്ച് കൊടുത്ത് അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വീഴും. വല്ല പോലീസുകാരോ ആരെങ്കിലും വഴിയിൽ അറിയണവരോ അവനെ വീട്ടിൽ എത്തിക്കാൻ പറഞ്ഞ് ഫോൺ വിളിച്ച് ഞങ്ങളുടെ അടുത്ത് പറയും. അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. എൻ്റെ കുട്ടി ഇങ്ങനെ മരുന്നുകൾ മേടിച്ച് കൊടുക്കാൻ ഇപ്പോൾ ഓരോ സ്ഥലത്തും ആളില്ലാതെ നേരത്ത് നമ്മളെ പറയാതെ പോവും. പറഞ്ഞു പോയാൽ കുഴപ്പമില്ല, പറയാതെ പോയാൽ എനിക്ക് ഭയങ്കര വിഷമാണ്. എത്ര ആണ് സഹായം? സഹായം എനിക്ക് 4 ലക്ഷത്തോളം വേണം. 2 ലക്ഷം ഓപ്പറേഷന് മാത്രമാണ് പറഞ്ഞ് എഴുതി കൊടുത്തിരിക്കുന്നത്. കയ്യിന് 10 പൈസ ഇല്ല. അവിടെ പോയി 20 ദിവസം കിടക്കണം. അതിനുള്ള കാശ് എല്ലാം ഒരു 3-4 ലക്ഷം ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി സുഖമായി നീച്ച് നല്ല രീതിയിലും വരുമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കണു. ഏത് ഹോസ്പിറ്റലിലാണ്? രാമകൃഷ്ണ ഹോസ്പിറ്റലാണ്. 4 ഹോസ്പിറ്റൽ. അത് കോയമ്പത്തൂർ രാമകൃഷ്ണ ഹോസ്പിറ്റൽ. 4 ഹോസ്പിറ്റലും കൊണ്ടുപോയി എൻ്റെ കുട്ടീനെ തിരിച്ചയച്ചതാണ്. കുട്ടി ജീവിക്കില്ല എന്ന് പറഞ്ഞ് 3 മാസം കോമാവിലിരുന്ന കുട്ടിയാണ് അവൻ. ഇരുന്ന് പിന്നെ രണ്ടാമതൊരു ഓപ്പറേഷത്തിന് 1 മാസം ഇരുന്നു. ആദ്യം 3 മാസം ഇരുന്നു. പിന്നെ 3ാമത്തെ ഓപ്പറേഷത്തിനാണ് മക്കളെല്ലാവരും ഇതേപോലെ സഹായിച്ചാണ് 3ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞത്. അതിലും പിന്നെയും തലയിൽ പഴുപ്പ് കടന്ന് പിന്നെയും കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ ശേഷമാണ് പ്ലേറ്റ് എളുത്ത് കളഞ്ഞാണ് പിന്നെ എൻ്റെ കുട്ടി ഈ 2 കൊല്ലമായിട്ട് അങ്ങനെ സാധാരണ അങ്ങനെ നമ്മൾ കൂടെ വേണം നടക്കണമെങ്കിൽ അങ്ങനെ രണ്ടും. അല്ലാതെ അവൻ്റെ നിത്യവൃത്തിക്ക് ചില നേരങ്ങൾ അങ്ങനെ നടക്കും, ചില നേരങ്ങൾ ആൾ എപ്പോഴും കൂടെ വേണം, എവിടേക്കും പറഞ്ഞയക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഓപ്പറേഷത്തിന് 4ാമത്തെ ഓപ്പറേഷനും ആ ആസ്പത്രിയിൽ തന്നെ ചെയ്താലേ നമുക്ക് അത് ഗുണം കിട്ടുള്ളൂ. വേറെ ഓരോരോ ഹോസ്പിറ്റലും പറഞ്ഞിരുന്നു ഓരോരോ സഹായത്തിന്. അവിടെ നമ്മൾ ചെയ്ത ഈ 3 ഓപ്പറേഷൻ തല പൊളിച്ചതാണ്. വേറെ ഓപ്പറേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വന്ന് സംഭവിച്ചാൽ അവിടെ വന്ന് പറയരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. മക്കളെല്ലാവരും നോക്കുന്ന എത്രയോ പാവങ്ങൾക്ക് ചെയ്യുന്ന ഉദവി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കുട്ടിക്ക് ചെയ്യുന്നു ഞാൻ ഓർക്കണു. തീർച്ചയായിട്ടും ഇവിടെ ഈ അനന്തരത്തിന്റെ ഫ്ലോറിൽ വരുന്നവരെ ഒരാളെയും ആരും സഹായിക്കാതിരുന്നിട്ടില്ല. തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മാത്രം ചെലവാകുന്നത്. അത് മാത്രമല്ല, അതിന് മരുന്നിന് എല്ലാ മാസവും മരുന്നിന് ചെലവുകൾ വരുന്നുണ്ട്. ഒരുപാട് മറ്റ് ചെലവുകളും ഉണ്ട്. സാമ്പത്തികമായിട്ടുള്ള സഹായം ഇവർക്ക് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മകളുടെ മകൾ കൂലിപ്പണിക്ക് പോയിട്ടാണ് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കുറച്ച് നിസ്സഹായമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോവുക എന്നുള്ളത്. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള സഹായമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർക്ക് വേണ്ടത്. ആ ആശുപത്രിയിൽ നിന്നാണ് മറ്റ് ശസ്ത്രക്രിയകൾ നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതും അവിടെ തന്നെ നടത്തുന്നതാണ് ഉചിതം എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ അവിടെ ഏകദേശം ഒരു 4-5 ലക്ഷം രൂപയോളം നമുക്ക് അവിടെ ചിലവ് വരുന്നുണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്, ഫോൺ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം, സഹായിക്കേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ഇവിടേക്ക് എത്തിക്കാം. ഇവർ രണ്ടുപേരും ഇവരുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് നിങ്ങൾ സഹായിക്കും എന്ന വിശ്വാസത്തിലാണ് ഈ അമ്മയും മോനും ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു രീതിയിലും സങ്കടപ്പെടേണ്ട, ഇനി ധൈര്യമായിട്ടിരിക്കുക. ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തും അതിജീവിക്കാനും ആ ഒരു ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ സഹായങ്ങൾ വന്നാൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അമ്മയ്ക്ക് വേണ്ട രീതിയിലുള്ള ആത്മവിശ്വാസം കൊടുക്കണം. എല്ലാ പ്രേക്ഷകർ സഹായിക്കും. അവർ സഹായിക്കുമ്പോൾ നമുക്ക് ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് എല്ലാം മാറിയിട്ട് വീണ്ടും ഈ ഫ്ലോറിലേക്ക് വരണം. സന്തോഷത്തോടു കൂടി ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ഇവിടെ ഒരു കലാകാരൻ കൂടെ നമ്മുടെ ഈ വേദിയിൽ നമ്മളെ ജോയിൻ ചെയ്യുന്നു. സ്വാഗതം ചെയ്യട്ടെ, ശ്രീ സുധീഷ്. സ്നേഹാർദ്രമീ തൂവൽ വാനം. സുധീഷ്, ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിലേക്ക് വന്നതിൽ. ഇവിടുത്തെ ഹീറോസിനെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കേട്ടിരുന്നോ അദ്ദേഹത്തിന്റെ കഥകൾ? കേട്ടിരുന്നോ? ഞാൻ ഇരുന്ന് കേട്ടു. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നത് നിങ്ങളുടെ സാന്നിധ്യം, കലാകാരന്മാരുടെ സാന്നിധ്യം ഇവർക്കൊരു സാന്ത്വനമാണ്, ഇവർക്കൊരു സന്തോഷമാണ്. അപ്പോൾ ആവുന്ന രീതിയിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ വെച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കുക.
ഓപ്പറേഷൻ കഴിഞ്ഞാലും എൻ്റെ കുട്ടിക്ക് ഈ തലയിൽ ഇങ്ങനെ വിക്സ് ഉള്ളത് മാറാനുള്ള ഇതില്ല. അത് എപ്പോഴും അത് വന്നത് തന്നെയാണ്. അതൊരു മനസ്സിലേക്ക് ഒരു വിഷമമുണ്ട്. പക്ഷേ എൻ്റെ കുട്ടിക്ക് നടക്കാൻ സാധാരണ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടക്കാനും അവൻ്റെ അത്യാവശ്യത്തിന് സുഖമായാൽ മതി എന്നുള്ള ഒരു അഭിപ്രായമാണ്. പക്ഷേ എപ്പോഴും മരുന്നുകൾ നിരന്തരമായിട്ട് മരുന്നുകൾ കഴിച്ചു കൊണ്ടേയിരിക്കണം. അതൊരു വേദനയുണ്ട് എനിക്ക്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞാലും നിരന്തരമായി മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവുകൾ നിരന്തരമായി ഇവർക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. അതുകൂടെ മനസ്സിൽ വെക്കുക. ഇവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ എത്തിക്കുക. അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. പ്രേക്ഷകരെ ഏറ്റെടുക്കും, അതിലൊരു സംശയം വേണ്ട. കാരണം ഇവിടെ വന്നവരെ ഒന്നും പ്രേക്ഷകർ കൈവിട്ടിട്ടില്ല. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഇപ്പം നമുക്ക് സുധീഷിൻ്റെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് സന്തോഷിച്ച് ആനന്ദിച്ച് നമ്മളുടെ കൂടെ എല്ലാവരും ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, ശരി. ഇടം നെഞ്ചിൻ തുടിപ്പായി വിളിക്കുന്നു കുളിരേക. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, புண்ணான நெஞ்சே பொன்னான கையால் பூ போல நீவாவா. நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா. நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா. கண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கல் கண்டாய் மாறுமா. ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, புண்ணான நெஞ்சை பொன்னான கையால் பூ போல நீவாவா. அலக்கடலில் நடுவே அலந்திடவா தனியே படங்கனையே உனையே பார்த்தேன் கண்ணே. புதை மணலில் விழுந்தே புதைந்திடவே இருந்தே குறுநகையே இருந்தே மீட்டா என்ன. விண்ணோடும் மண்ணோடும் வாடும் பெரும் மூஞ்சல் மனதோறும் கண்பட்டு நூல் விட்டு போகும் என ஏதோ பயம் கூறும். மயிலொன்றே பார்க்கிற மழையாகி ஆடிற இந்த உற்சாகம் போது சாக தோன்றும் இதே வினாடி. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, புண்ணான நெஞ்சே பொன்னான கையால் பூ போல நீவாவா. நீ தூங்கும் போது உன் நெற்றின் மீது முத்தங்கள் வைக்கணும். போர்வைகள் போர்த்தி போகாமல் தாழ்த்தி நான் காவல் காக்கணும். எல்லோரும் தூங்கும் நேரம் நானும் நீயும் மௌனத்தில் பேசணும். ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ
കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ